എന്താ പേര് എതിരികൾ വിളിച്ചോടിക്കുന്നന്ന് എനിക്ക് പുറത്തിറങ്ങിക്കൂടെ നിന്റെ കൽപ്പന വേണ്ടല്ലോ ഇപ്പൊ എനിക്ക് എപ്പോ ഇങ്ങനെ വിളിച്ചോ ആടെ പോയിക്കൂടെ ഇവിടെ പോയിക്കൂടെ പിന്നെ ഞാനങ്ങനെ ജീവിക്കണ്ടേ നീ വിളിച്ചു കൊടുക്കുന്നത് എന്നെ പേടിപ്പിക്കുന്നില്ല എന്താ പേടിപ്പിക്കുന്ന എന്നാ പോരായിരുന്നു അല്ല താരക്കല്ല എന്താ പേടി പോയിക്കൂടെ അത് ശരി അവിടെ പോണ്ട, അവിടെ പാമ്പുണ്ട്, ഞാൻ കണ്ടതാ. പാമ്പാ? ഇത് പാമ്പ്? എന്നെ പേടിപ്പിക്കാന്ന് പോരാണ്ട, അതിനെക്കാളും വലിയ പാമ്പാ ഞാൻ. അയ്യോ പാമ്പ് കടിച്ചേ, ഒന്ന് ആരെങ്കിലും എന്നെ രക്ഷിക്കേ. അയ്യോ പാമ്പ് കടിച്ചേ, അയ്യോ പാമ്പ് കടിച്ചേ. അയ്യോ ഇതെന്താ പറ്റി ടീച്ചറെ? എന്താടാ ഇതെന്താ പറ്റി ടീച്ചറെ? അതെ, ഇവൻ വരുന്ന വഴിക്കേ ഒന്ന് വീണു. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ക്ലാസ്സിലേക്ക് കയ്യിൽ ചോരയൊക്കെ ഒലിപ്പിച്ചിട്ടാ വന്നേ. ഞാൻ അപ്പൊ തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എവിടെയാടാ വീണ്? ഒലക്കമുക്കിലോ? എങ്ങനെ? ആ മന്മഥന്റെ പറമ്പില്ലേ, ഒഴിഞ്ഞടക്കണ പറമ്പ്, അവിടെ ഈ ചവറൊക്കെ ഇട്ടിട്ടേ പട്ടികൾ വന്നിങ്ങനെ കൂടി നിക്കുക. തെരുവ് പട്ടി ശല്യം കാരണം സഹിക്കാൻ പറ്റില്ല, വഴി കൂടെ പോവാനേ പറ്റില്ല. ഇവൻ അങ്ങനെ നടന്നു വരുമ്പോ ആ പട്ടികളൊക്കെ ഓടിച്ചിട്ടത് ഇവന്. എന്തിനാടാ നീ പട്ടികളൊക്കെ എറിയാൻ പോയത്? എറിഞ്ഞില്ലേ? അവൻ കല്ലൊന്നും എറിഞ്ഞിട്ടുണ്ടാവില്ല. അതുവഴി പോകാൻ പോലും പറ്റില്ല. ഓട്ടോ ഓടിക്കുന്നത് പട്ടികൾ പുറകെ പറഞ്ഞേ. പിന്നെ ഇവനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളല്ലാണ്ട് ഇവനെ ഒറ്റയ്ക്ക് അതുവഴി വിടുവോ മാൻ? എടാ അപ്പൊ വിപിനാക്ഷയൊക്കെ എവിടെ? അപ്പൊ നീ ഒറ്റയ്ക്കാ പോയേ? പക്ഷെ എന്തിനാടാ നീ ഒറ്റയ്ക്ക് പോയി? അവര് പോയെങ്കിൽ എന്നോട് പറയാറുന്നില്ലേ, ഞാൻ കൊണ്ടാക്കി തരില്ലേ? അല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ചെറിയതായിട്ട് കൈയൊക്കെ പൊട്ടിയെന്നേ ഉള്ളൂ. ടീച്ചർ എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു? കാലില് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വേദന മാറാൻ വേണ്ടിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിന്റ്മെന്റും മരുന്നും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് നേരത്തിന് കൊടുക്കണേ. അല്ല ടീച്ചർ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ സ്കൂളിലേക്ക് അധികം കുട്ടികളും വരുന്നത് ഈ ഒലക്കമുക്ക് കൂടെ അല്ലേ? അപ്പൊ ഈ പ്രശ്നം അവിടെ ഈ പട്ടിയുടെ ശല്യം ഉണ്ട് എന്നുള്ളത് ഒന്ന് PTA കൂടിയിട്ട് ആ മന്മഥനോടൊന്ന് പറഞ്ഞുകൂടെ നമുക്കെല്ലാം കൂടി? മന്മഥന്റെ സ്വഭാവം അറിയാവുന്നല്ലേ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ PTA തന്നെ അവിടെ ഒരു തവണ ചെന്നതാ. അപ്പൊ അയാൾ ആട്ടി ഇറക്കി ഞങ്ങളെ വിട്ടത്. അല്ലത് അങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കല്ലേ പറ്റാത്തത്? അവനവനെ പറ്റുമ്പോഴല്ലേ പൊള്ളുള്ളൂ. ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാനൊന്ന് ഇറങ്ങട്ടെ. അണ്ണാ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ, ഓടിക്കളിക്കാനും നിക്കരുത്. പോട്ടെങ്കിൽ പോവാൻ ചേട്ടാ. ടീച്ചറെ എന്തായി ഞാൻ പറഞ്ഞ കാര്യം? എന്ത് കാര്യം? നമ്മുടെ കാര്യം. വിനോദന്റെ വാജിനെ വണ്ടി എടുക്കും. ടീച്ചറെ ഈ ഓട്ടത്തിന് എനിക്ക് കാശ് തരണ്ട കേട്ടോ. തന്നാലും ഞാൻ വാങ്ങൂല. വണ്ടി എടുത്തേ. മനുഷ്യനെ മണത്തിട്ട് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാ. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉപദ്രവമുണ്ടോ മനുഷ്യന്? കത്തിശീല, ഇങ്ങനെയൊന്നും അയലോക്കാരെ ദ്രോഹിക്കല്ലേ. ഹോ, അങ്ങ് ബീഫ് ഉണ്ടാക്കി വെച്ചിട്ട് മണം ഇങ്ങോട്ട് വിടുകയാണ്. ഇവിടെ കുറെ പിള്ളേരുണ്ട്, അച്ഛങ്ങൾ പരാതിയാ. അപ്പുറത്ത് ഒരു ദിവസം ബീഫോ മറ്റേ ചിക്കണോ മറ്റേതാണ്. അല്ല അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? അയലോക്കാർക്ക് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്ത് ഈ മണം ഇങ്ങോട്ട് വിടരുത്. അല്ലെങ്കിൽ വിട്ടാൽ എന്ത് ചെയ്യണം? ഇവിടെ കുറച്ച് പിള്ളേരുള്ളതല്ലേ, അതിനെ കൂടെ നീ മേടിച്ചു വിടും. അല്ലെങ്കിൽ അതിന്റെ പൈസ ഇരിക്കുക. എന്നിട്ട് അത് ചെയ്യ്. അതാ പറഞ്ഞപ്പോ വീണ്ടും മണം കൂടി. അതിൽ തേങ്ങാക്കൊത്തിട്ട് അത് തന്നെ. എന്നാൽ ആരെങ്കിലും ഇടായിരുന്നേ കുറച്ച് മണം കുറഞ്ഞേനെ. എടാ അയലോക്കാരെ കഞ്ഞിയും ചമ്മന്തിയും കുടിച്ച് കിടക്കണവരും ജീവിക്കണം. ലോകം മുഴുവൻ പറമ്പ് മേടിച്ചിട്ട് നാട്ടുകാരെ കൊല്ലാൻ വേണ്ടിയിട്ട്. അതെ മന്മഥട്ടാ, എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ. അത് തന്നെ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? ഒരു മനുഷ്യപ്പറ്റെന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ഒരുത്തനാ. ആര്? ആ സത്യശീലം എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നതാണ്. ഞാൻ മന്മഥനെ പറഞ്ഞത്. മന്മഥൻ എന്ന് പറയുന്ന മനുഷ്യന് ഇപ്പൊ എന്താ പറ്റിയേ? ഞാനേ ഗൗരവമായിട്ടൊരു കാര്യം പറയാൻ വന്നാണ്.
നിങ്ങളുടെ ആ ഒലക്കമുക്കിലെ സ്ഥലമില്ല തറവാട് വീട് പഴയത്. അത് നല്ല വില കിട്ടണേലേ ഞാൻ കൊടുക്കുള്ളൂ. ഇനി അതിനിവിടെ കയറി ഇറങ്ങണ്ട. ഒരുപാട് പേര് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ പൊന്ന് ചേട്ടോ, വെറുതെ വന്നാ പോലും ആ സ്ഥലം ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് അവിടെ മുഴുവൻ കാടും പടലും പിടിച്ചിട്ട് ഇഴജന്തുക്കളാണ്. അതെ, അത് പൊളിച്ചു പടിയാത്തതെന്ന് പറഞ്ഞാ എന്റെ അച്ഛനെ പ്രസവിച്ച വീടാ അത്. അതങ്ങനെ പൊളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും പിതൃക്കളും ആത്മാക്കളും എല്ലാരും അവിടെ വസിക്കുന്ന സ്ഥലമാണ്. ഇയാൾ എന്ത് മെനകെട്ട വർത്താനം പറയണ? നിങ്ങളുടെ അച്ഛൻ ജനിച്ചാണെന്ന് പറഞ്ഞാൽ അയൽവക്കക്കാർക്ക് താമസിക്കണ്ടേ? അയൽവക്കക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി? എന്റെ ചേട്ട അവിടെ പാമ്പും പഴുതാരും ഇഴജന്തുക്കളും എന്റെ അച്ഛനെ പാമ്പ് കടിച്ചത് അവിടുന്ന്. ആ പാമ്പ്, ഈ പാമ്പും ഇഴജന്തുക്കൾ എന്ന് പറയണത് എന്റെ അച്ഛനും എന്റെ വലിയച്ഛൻ എന്റെ ഒച്ചച്ഛൻ അവരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരുടെ ആത്മാക്കളാണ് ആ പറഞ്ഞത്. ഒരു പണി, ആ ആത്മാക്കളെയൊക്കെ എടുത്ത് ആ മുണ്ടിന്റെ ഇടയിലോട്ട് വെക്ക്. നീ സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കും. നിന്റെ അച്ഛന് വകതരില്ലാത്തതിന് നിന്റെ അച്ഛൻ എന്തിനാ എന്റെ പറമ്പിൽ കയറിയത്? നിന്റെ അച്ഛൻ എന്തിനാ എന്റെ പറമ്പിൽ കയറി? എന്ത് കക്കാൻ കയറി അത് പറ. ഞാൻ കേക്ക് കൊടുക്കാം നിന്റെ അച്ഛനെതിരെ. തന്റെ പറമ്പിൽ ആര് കയറി? അച്ഛൻ അതിലെ വഴി പോകായിരുന്നു. അപ്പൊ അച്ഛനെ പാമ്പ് കടിച്ചത്. അപ്പൊ അച്ഛൻ വഴിയെ പോയെങ്കിൽ അച്ഛൻ വല്ലയിടത്ത് വായി നോക്കിക്കൊണ്ട് നടന്നിട്ടുണ്ടാവും. എടാ, അതിലെ എന്തോരോ സ്കൂൾ പിള്ളേരെ ദിവസവും പോകണ്ട, അവർക്കൊന്നും സംഭവിക്കണില്ലല്ലോ. മന്മതയുടെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ ഞാൻ വല്ല തെറിയും പറയോട്ടാ. പിന്നെ എന്റെ വായിൽ നാക്കില്ലേ തെറി പറയാൻ? നിങ്ങൾ അതൊന്ന് വൃത്തിയാക്കിയിടുന്ന്. മറ്റേ ആളുകൾക്ക് താമസിക്കണ്ടേ അവിടെ? വഴി നടക്കണ്ടേ അവിടെ? നീ ഇപ്പൊ സംസാരിക്കുന്നത് എന്റെ വസ്തുവിനെ പറ്റി. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ വൃത്തിയാക്കും. അത് ചോദിക്കാൻ നീ ആരാ? എവിടെ ഇപ്പൊ എന്റെ അച്ഛനെ പാമ്പ് കടിച്ച് തന്റെ ബന്ധപ്പെട്ട ആരെങ്കിലും കടിച്ചെങ്കിൽ താൻ ഇങ്ങനെ പറയുമോ? എന്റെ ആരെങ്കിലും കടിക്കാൻ വരട്ടെ. അപ്പൊ നമ്മ കാലൊക്കെ നിന്റെ അച്ഛൻ ആരെയും മര്യാദയ്ക്ക് വീട്ടിൽ ഇരിക്കാൻ പറയും. വയസ്സായി വീട്ടിൽ ഇരിക്കണം. മന്മതയുടെ ഗൗരവമുള്ള ഒരു കാര്യം പറയുമ്പോ ഊളത്തരം പറയാൻ ഞാൻ വയസ്സും പ്രായവും നോക്കൂലട്ടാ. എടാ, എനിക്കധികം വയസ്സൊന്നും ആയിട്ടില്ല. നീ പറയും. എടോ, തനിക്കത് വൃത്തിയാക്കിയിടാൻ പറ്റുമോ? സൗകര്യമില്ലടാ. എനിക്കത് വൃത്തിയാക്കാൻ സൗകര്യമില്ല. എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ ചെയ്യും. ചിലപ്പോ ചെയ്തില്ല എന്നും വരും. ചെയ്യിക്കാൻ പറ്റുമെന്ന് നോക്ക്. എന്റെ പറമ്പിൽ കൂടെ കയറി ഇറങ്ങിയിട്ട് ഇപ്പൊ അവനെ അച്ഛനെ പാമ്പ് പിടിച്ചെന്ന് ഞാൻ. എടോ, തന്റെ പറമ്പെന്നും പറഞ്ഞ അവനവൻ നോക്കാതെ താനിവിടെ സുരക്ഷിതമായിട്ടല്ലേ ഇരിക്കണം. ഞങ്ങളുടെ ജീവനും സ്വത്തിനൊന്നും വിലയില്ലേ? എനിക്ക് ഒരുപാട് പറമ്പ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഈ എല്ലാ പറമ്പുകളും ഓടിയിടം നോക്കാനൊന്നും എനിക്ക് പറ്റൂല കേട്ടാ. നീ ഒരു കാര്യം, നിന്റെ അച്ഛന് വീട്ടിലങ്ങ് ഇരുത്ത്. അപ്പൊ പാമ്പും മറ്റേ പട്ടിയും പൂച്ചയും ഉറുമ്പും ഒന്നും കടിക്കൂല. അല്ലെങ്കിൽ വല്ല ചില്ലും കൂട്ടിനകത്ത് ഇരുത്ത്. അതാകുമ്പോ ഏറ്റവും സുരക്ഷിതം. തനിക്കൊക്കെ ഇടിവെട്ടുകൊള്ളുള്ളൂ തനിക്കൊക്കെ. പിന്നെ പറയട്ടാ, ആകാശത്ത് ഇടിവെട്ടി എവിടെയെങ്കിലും ചത്ത ആകാശം പൊളിച്ചു മാറ്റുവോ? ഇല്ലല്ലോ. എന്തൊരു ഭൂതറാണ് ഇയാള്. തന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കാൻ പറ്റുമോ നോക്കാം. നിന്റെ അച്ഛൻ രാഘവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്. നീ പോ, എനിക്ക് തരമല്ല. കേട്ടോനൊക്കെ ഇവിടെ വീട്ടിന് മുമ്പ് ഒരുപാട് വന്നേക്കണേ. എന്നെ മര്യാദ പഠിപ്പിക്ക. കാണിച്ചു തരാ. അവിടെ ഞാന് കുറച്ച് കൂടുതൽ പാമ്പിനെ ഇറക്കി ഇടാൻ പോവാ. നിന്നെ, നിന്റെ അച്ഛനെ, നിന്റെ കുടുംബക്കാരെ, നിന്റെ കൊച്ചച്ഛനെ, കുഞ്ഞമ്മ എല്ലാരെയും പാമ്പിനെ കൊണ്ട് കടുപ്പിക്കൂടാ ഞാൻ. എന്നോട് കളിക്കാൻ വന്നേക്കുന്ന അവൻ. ഓ, അവൻ കോഴിയെ വറുത്തു തുടങ്ങി മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട്. സ്കൂളിന്റെ കാര്യം അതുകൊണ്ട് അഡ്മിഷന്റെ കാര്യം അതൊന്നും അത് ആ സ്കൂളിലൊന്നും നടക്കൂല. അതൊന്നും ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമില്ല ഗണേശേ. നിങ്ങൾ കുറച്ചുകൂടി വലിയ എംഎൽഎമാരും പിടിക്കും, അല്ലാതെ നിവൃത്തിയില്ല. ശരി, എന്നാ വെച്ചോ, എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഇതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? അല്ല, ഇതിപ്പോ മോനെ പട്ടി കടിച്ചതാണോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോണ വഴിക്ക് ഈ 5-8 നായ്ക്കള് പിന്നാലെ അങ്ങോട്ട് ഓടിയപ്പോ കുട്ടി ജീവനും കൊണ്ട് ഓടിയതാണ്. എന്നിട്ട് വീണുപോയി? കല്ല് തട്ടി വീണുണ്ടോ? തോലും മുഴുവൻ പോയി. നല്ല പരിക്കാണല്ലേ? എത്ര പേര് മെമ്പർ അടുത്ത് വന്ന് പരാതി പറഞ്ഞിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിലെ ആ ഒലക്കമുക്കിലെ ആ മന്മഥന്റെ സ്ഥലം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ട്. അല്ല, അതിപ്പോ നിങ്ങളെ വിഷയം മാത്രമല്ല, അപ്പൊ നമ്മളെ പ്യാരിജാതന്റെ അച്ഛനെ പാമ്പ് കടിച്ചതും ആടുന്നല്ലേ. ഓനും ഇവിടെ വന്നിനി. എന്നിട്ട് എന്തേലും നടപടി എടുത്താ? ഞാൻ എന്റെ കുട്ടീനെ കൊണ്ട് ഈ സംഭവം അറിഞ്ഞ വഴിക്ക് ഞാൻ മന്മഥന്റെ വീട്ടിൽ ചെന്ന്. എന്ത് പറഞ്ഞു? ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇത് ഈ പൊന്ത പിടിച്ച് കിടക്കണ ഈ വഴി ഒക്കെ വെട്ടി വൃത്തിയാക്കണം. എന്റെ പറഞ്ഞു. പിന്നെ നിങ്ങളെ ഇടിഞ്ഞു പൊളിഞ്ഞ വീടൊക്കെ JCB വെച്ച് നിരത്താൻ പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയാനേ. അല്ല, എന്തിനാ എന്തായാലും പറഞ്ഞു? എന്റെ വളപ്പ് വൃത്തിയാക്കാൻ പറയാൻ നീ ആരാ? നിനക്ക് എന്താ അതിന് അവകാശം? അത് മാറ്റാൻ എനിക്ക് സൗകര്യമില്ല. പിന്നെ എനിക്കിപ്പോ നല്ല സൗകര്യം ഉണ്ട് വേറെ താമസിക്കാൻ. ഇതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടെന്ന് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞൊരു 4-5 ചാട്ടന്റെ നേർക്ക്. ഇതാണ് മന്മഥന്റെ കുഴപ്പം. ഞാനേ ഇലക്ഷൻ സമയത്ത് വോട്ട് ചോദിക്കാൻ ചെന്നപ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് അനക്ക് ഞാൻ വോട്ട് ചെയ്യൂലാണ്. ഇങ്ങനെ ആരെയും പറയുമോ? ഒരു വൃത്തിയട്ട മനുഷ്യനാ. സത്യം നമ്മളെ ഭാഷ പറഞ്ഞ നായിക്കാട്ടാണോ? അത് ഞാനെന്താ പറഞ്ഞറിയോ? ഇപ്പൊ നിങ്ങളല്ലേ നമ്മുടെ വാർഡിലെ മെമ്പർ. നിങ്ങൾ വേണം നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ. നേരിട്ട് ചെന്ന് സംസാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മെമ്പർക്ക്? അതപ്പോ അറിയില്ല. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റൂല.
ഈ വേസ്റ്റ് അവിടെ ഇടാണ്ടിരിക്കാൻ വല്ല വകുപ്പ് ചെയ്യാൻ അതിന് നിങ്ങൾക്ക് പഞ്ചായത്തിന് പറ്റില്ല? പഞ്ചായത്തില് വകുപ്പുണ്ട്. ആ. നിങ്ങളൊരു പണി ചെയ്യേ, നിങ്ങൾ പ്യാരിനെയും കൂട്ടിക്കൊള്ളി. പ്യാരിനെയും കൂട്ടി നിങ്ങൾ രണ്ടാൾ കൂടി പോയിട്ട് പഞ്ചായത്തിൽ പോയിട്ട് കാര്യങ്ങൾ പറയും. ബാക്കി ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഒരു കാര്യം ഞാൻ പറയട്ടോ, ഇത് നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാനും പ്യാരി അടക്കം അവിടെ ഈ ദുരിതം അനുഭവിക്കുന്ന എല്ലാവരും കൂടിയിട്ട് ഈ പറഞ്ഞ മന്മന്റെ വീടിന്റെ മുന്നിൽ സത്യാഗ്രഹം. അതുകൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ നമുക്ക് ചിന്തിക്കാം. ആദ്യം നിങ്ങൾ ഒന്ന് പഞ്ചായത്തിൽ പോയിട്ട് കാര്യം ഒന്ന് പറയും. ബാക്കി ഞാൻ നീക്കോളാം. മോൻ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടോ. ഇനിയിപ്പോ കുറച്ച് ദിവസം സ്കൂളൊന്നും പോകാൻ പറ്റില്ലല്ലോ അല്ലേ? ഇനിയിപ്പോ അതല്ല, ഇനിയിപ്പോ ഇത് മാറിയാലും അവനെ നടത്തി വിടാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ ആ പൊന്ത പിടിച്ച അവിടെ അങ്ങനെ കിടക്കുകയാണെങ്കിൽ ആ ബഷീറിന്റെ ഓട്ടോറിക്ഷ എങ്ങാനും വിളിച്ചിട്ട് പറഞ്ഞേക്കേണ്ടി വരും. അത് ചെലവാണ്. ചെയ്യാൻ സുധീർ, നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലി. ആ, അത് കണക്ക് ഒരു കഷ്ടാണ്. ആ, ഞാൻ വീട്ടിൽ റെഡിയായിട്ട് നിൽക്കണേ. ഇങ്ങോട്ടാ വരണ്ടേ? മുക്കിൽ പീടിയോ? അല്ല, അതാ ഒലക്കമുക്ക് വയ്യല്ലോ പോവുക. ഈ ഒരു പണിയേ, ഒരു വണ്ടി ഇങ്ങോട്ട് വിട്ടോ. ബൈക്കായാലും മതി. കാരണം അവിടെ കംപ്ലീറ്റ് നായ്ക്കളാണ്, തെരുവ് നായ്ക്കളാണ് കേൾക്കണേ. ആ, ഒരു വണ്ടി ഇങ്ങോട്ട് വിട്. ഞാൻ അവിടെ വീട്ടിലുണ്ടാവും ഞാൻ. ആ, ശരി. നോക്ക് സാറേ, പണം കിട്ടണല്ലേ? ഓ, അതാ പറഞ്ഞത്. എങ്ങനെയാണോ നിങ്ങളൊക്കെ ഇവിടെ ജീവിക്കണത്? ഇതാണ് സാറേ അവസ്ഥ. അത് ശരി. സാർ ആ തിണ്ടിന്റെ അപ്പുറത്തേക്ക് ഒന്ന് കടന്നു നോക്കും. ഒരു 6-7 പട്ടികളും ഉണ്ടാവും അവിടെ. ഇത് കടിച്ചു കീറാൻ വരും. അപ്പൊ ഇതെന്താ മൂപ്പര് ഇപ്പൊ ഇത് പറയുമ്പോ മൂപ്പർക്ക് ഒരു കൂസലും ഇല്ല. ആ ഈ വീട് എന്തിനാ തലയ്ക്ക് വീട്ടിൽ വെച്ചപ്പോ മൂപ്പരുടെ അച്ഛനും അച്ഛന്റെ അച്ഛനൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവരുടെ ആത്മാവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്നാ പറഞ്ഞത്. അത് ശരി. ആത്മാവിന് താമസിക്കാൻ അങ്ങനെ ഇട്ടേക്കാണ് മൂപ്പര് ഭാർഗവി നിലയമാരി അല്ലേ? ഇപ്പൊ എന്റെ അച്ഛനെ പാമ്പ് കടിച്ച വിഷയം പറയാൻ ഞാൻ അവിടെ ചെന്ന്. അപ്പൊ അയാൾ പറഞ്ഞു പാമ്പിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അച്ഛനെതിരെ കേസ് കൊടുക്കും. ആ ജാതി മനുഷ്യനാണ്, എന്താ പറയണ? അത് ശരി. അപ്പൊ മൂപ്പരിപ്പൊ ഈ നാട്ടുകാരനെ മുഴുവൻ പാമ്പ് ഒത്തിച്ച് കൊല്ലിക്കാനുള്ള പരിപാടിയാണ് അല്ലേ? വലിയ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയാ പോട്ടെ. ഈ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോ ഇവിടുത്തെ പട്ടികൾ അവരെ പിന്നാലിട്ട് ഓടിക്കുമ്പോ ഈ കുട്ടികളോടുള്ള ഒരു സ്നേഹം കാണിക്കണ്ടേ? അത് ശ്രദ്ധിക്കണം. അതെ, ഇതിപ്പോ ഇയാളുടെ വർത്താനം കേട്ടിട്ട് അയാള് വൃത്തിയാക്കണ്ടാണ്. അല്ലെങ്കിലും കുട്ടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇങ്ങൾക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാത്. സമ്മതിക്കില്ല. ഒരാളിത് തൊടയാക്കില്ലെന്ന്. ഇതപ്പൊ ചെക്കന്മാരെല്ലാരും കൂട്ടിട്ട് അവിടെ തീയിട്ടതാണ് പൊന്ത പോകാൻ വേണ്ടിട്ട്. അത് ശരി. അതിനില്ലാത്ത പ്രശ്നമില്ല. അപ്പൊ നിങ്ങളെ കൊണ്ടും ചെയ്യൂല. നിങ്ങൾ പറ്റണ ചെയ്തോന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിയാണ്. അതിന് വഴിയുണ്ട്. ഇപ്പൊ നിങ്ങൾ പരാതി തന്ന സ്ഥിതിക്കേ അത് നമുക്ക് മൂപ്പറിന് നമ്പറൊന്ന്, ആ ചങ്ങാടെ നമ്പറും കയ്യിലുണ്ടോ? നമ്പറുണ്ട്. അതൊന്ന് തരി, ഒന്ന് വിളിച്ചിട്ടേ പരാതിയിൽ വെച്ചിട്ടുണ്ട്. എന്താ മൂപ്പര നിലപാടെന്നൊന്ന് അറിയട്ടെ, ഒന്ന് വിളിച്ചോക്കാം. സാറേ 62335896. ഹലോ, ഇത് മന്മഥനല്ലേ? അതെ, എന്റെ ഫോണെ വിളിച്ചു. ഞാൻ ആണാന്ന് ചോദിക്കുന്നത് എന്ത് മര്യാദകേടാണ്? അതെ, ഞാന് ഇങ്ങക്ക് ഈ ഒലക്കമുക്കിലൊരു സ്ഥലം ഉണ്ടോ? ആ, സ്ഥലമുണ്ട്. പക്ഷെ എനിക്ക് ഈ ഫോണിൽ കൂടെ സ്ഥലം കച്ചവടം ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് പോര്. ചങ്ങായി, ഞാൻ നിങ്ങളുടെ സ്ഥലക്കച്ചവടത്തിന് വന്നല്ലേ. ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. പഞ്ചായത്തിന്റെ സെക്രട്ടറിയാ? എന്ത് വേണം സാറേ? അതെ, നിങ്ങളുടെ ഒലക്കമുക്കിലുള്ള സ്ഥലം ആകെ ഒലക്കട മൂടായിട്ടൊക്കെ കിടക്കണേ. അത് ഇവിടെ ആകെ കാടും പൊന്തയും ഇതൊക്കെ വന്നിട്ട് ഇവിടെ പാമ്പും ചേമ്പും പട്ടി നായൊക്കെ ഉണ്ട്. നാട്ടുകാര് പരാതി തന്നിട്ടുണ്ട്. പിന്നെ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടിട്ട് നായ്ക്കളുടെ ശല്യം നല്ലോണം ഉണ്ട് ഇവിടെ. ആൾക്കാരിപ്പോ ഇവിടെ പാമ്പുണ്ട് സൂക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ബോർഡ് വരെ വെച്ചേക്കാണ്. എന്റെ സ്ഥലം കാട് കയറി കിടക്കുന്നത് അത് നിങ്ങളെ വിഷയമല്ലല്ലോ. അതെന്ത് വർത്താന വയറുള്ളിൽ കുത്തി സംസാരിക്കണാണല്ലോ. അതെ, ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് ഇവിടെ പരാതി കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളത് വൃത്തിയാക്കണ്ടോ ഇല്ലേ എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ് നിങ്ങളെ. നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം പഞ്ചായത്തിലെ സ്ഥലങ്ങൾ വൃത്തിയാക്കും. പഞ്ചായത്തിന്റെ സ്ഥലം ആദ്യം വൃത്തിയാക്കും. അതെ, അപ്പൊ നിങ്ങളുടെ സ്ഥലം പഞ്ചായത്തൊക്കെ വൃത്തിയാക്കിയിട്ടേ വൃത്തിയാക്കുള്ളൂ അല്ലേ? എന്റെ സ്ഥലം ഞാനിപ്പോ തൽക്കാലം വൃത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, നിങ്ങളിപ്പോ ഇതിപ്പോ ഈ പരാതി വന്ന സ്ഥിതിക്ക് നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിച്ചു അതിന്റെ ഒരു മര്യാദ ഉണ്ടെന്നുള്ളതായിരിക്കും. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണോ, എത്രയും പെട്ടെന്ന് വൃത്തിയാക്കണോ. ഇത് പൈസ ചെലവാക്കിയിട്ടുള്ള പരിപാടിയല്ലേ?
അതെന്താ നിങ്ങളെന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയണത് പിന്നെ മേളിയിരിക്കണ ദൈവമൊന്നും അല്ലല്ലോ. അയ്യ ഞാൻ ദൈവമൊന്നുമല്ല, ഞാൻ മനുഷ്യൻ, സാധാ മനുഷ്യൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് വൃത്തിയാക്കാനുള്ള ഉദ്ദേശമല്ല. നിങ്ങൾ ഫോൺ വെച്ചോ, എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഇതെന്താ വെച്ചാ ചെയ്യാ. അത് ഞാൻ എനിക്ക് പറ്റുന്ന വഴി എന്താ വെച്ചാ ഞാനും നോക്കാം. അപ്പൊ അത് ഞാൻ സൗകര്യം പോലെ അത് വൃത്തിയാക്കാനുള്ള ഒരു വഴി എന്താ ഞാൻ ചെയ്യാം കേട്ടോ. ആയിക്കോട്ടെ. വട്ടോ പറയുള്ളൂ സാറേ. ഇതാണ് സ്വഭാവേ. ആള് വേറെ അങ്ങനെ ഉണ്ട്, കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഈ ഭൂമിയില് പല ജാതി ഉണ്ടല്ലോ. ഈ പാമ്പനാട്ടി കഷ്ടമുള്ള മനുഷ്യന്മാരുണ്ട്. എന്റെ സ്ഥലം കാട് കയറി കിടക്കണയാണ്. ഇവിടെ ഒരുപാട് കാട് ഇവിടെ ഈ കേരളത്തിലുണ്ട്. അതൊന്നും ആർക്കും പ്രശ്നമില്ല. അപ്പൊ കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തായാലും ഞാൻ അതിനുള്ള വഴി എന്താ വെച്ചാ നോക്കാം. നിങ്ങളുടെ പരാതിയുള്ള സ്ഥിതിക്ക് കാര്യങ്ങൾ നമുക്ക് നിൽക്കാം. നമുക്ക് വൈരാഗ്യം ഒന്നും ഉണ്ടായിട്ടല്ല സാറേ. പുള്ളിനോട് പറഞ്ഞിട്ടൊരു മര്യാദ പറയണില്ലേ? അതെ, അത് അങ്ങനെ ഉണ്ട്. ചില ആൾക്കാർ അങ്ങനെയാണ്. ശരിയാക്കാം.